സോഷ്യൽ മീഡിയ സൈറ്റുകൾ നിരോധിച്ചതിൻ്റെ പേരിലാണ് നേപ്പാളിൽ വലിയൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ സൈറ്റുകൾക്ക് നേപ്പാൾ സർക്കാർ നിരോധനം കൊണ്ടുവന്നു. ഇത് അവിടുത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വലിയൊരു ആഘാതമായിരുന്നു. 15നും 21 വയസ്സിനിടയിലുള്ള യുവതലമുറ തെരുവിലിറങ്ങി സർക്കാരിനും ഭരണകൂടത്തിനുമെതിരെ അതിശക്തമായ കലാപം അഴിച്ചുവിട്ടു. രാജ്യം മുഴുവൻ കത്തുന്ന അവസ്ഥയിലായി. രാജ്യത്തെ ജനങ്ങൾ ഭീതിയോടെ പല സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്തു. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പല സ്ഥലങ്ങളിലും ജനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ ഗ്രാമങ്ങളും നഗരങ്ങളും നിശ്ചലമായി. തെരുവിൽ അക്രമകാരികൾ അഴിഞ്ഞാടി. പല സ്ഥലങ്ങളിലും പോലീസിനും പട്ടാളത്തിനും പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കലാപകാരികൾ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കാണുകയുണ്ടായി. ഇത് നേപ്പാളിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂടുക എന്നില്ല. നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ വന്നു നോക്കൂ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്ന ആളുകൾ വരെ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ടില്ല, വെള്ളം കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം ഒന്ന് കയറിയില്ലെങ്കിൽ, ഒരു നിമിഷം ഒന്ന് ചിലവഴിച്ചില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെയാണ് പലർക്കും. ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ അനുദിനം പോസ്റ്റുകൾ തയ്യാറാക്കി അതിൽ മാത്രം ജീവിക്കുന്ന നമ്മുടെയൊക്കെ തലമുറ, നമ്മുടെ യുവാക്കൾ മാത്രമല്ല, കുട്ടികൾ മാത്രമല്ല, വയസ്സായ ആളുകൾ വരെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്ത് ഇതിനെല്ലാം അഡിക്റ്റുകളാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന ഒരു വലിയ സമൂഹം അതിനൊക്കെ അഡിക്റ്റാണ്. പൊടുന്നനെ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ ഒന്ന് നിരോധിച്ച ആളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുകയാണ്. തീരുവ പ്രശ്നമാണ് അമേരിക്കയുമായിട്ടുള്ള രൂക്ഷമായി നിലനിൽക്കുന്നതിൽ കൂടിയും ഈ പറയുന്ന സൈറ്റുകളൊക്കെ തന്നെ അമേരിക്കയുടേതാണ്. ട്വിറ്ററിൻ്റെ ഇപ്പോൾ എക്സ് ആണെങ്കിലും, ഫേസ്ബുക്ക് ആണെങ്കിലും, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും, ഗൂഗിൾ ആണെങ്കിലും, യൂട്യൂബ് ആണെങ്കിലും എല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള സൈറ്റുകളാണ്. ഇവയ്ക്ക് പൊടുന്നനെ അമേരിക്ക കുറച്ച് കാലത്തേക്കെങ്കിലും ഇന്ത്യയിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്നും അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പോലും കഴിയാതെ അതിനടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. അതിൻ്റെ അടിമകളാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും. നമുക്കൊന്നും അതിൽ നിന്നൊരു മോചനമില്ല. കാരണം കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അതിനഡിക്റ്റാണ്. വലിയൊരു സമൂഹം ഈ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇത് കാണാതെ, ഇതിൽ ഒന്ന് വിലസാതെ, ഇതിലൊന്നൊരു പോസ്റ്റ് ഇടാതെ, അല്ലെങ്കിൽ ഇതിലൊന്ന് ഒരു റീല് ചെയ്യാതെ ഒരു നിമിഷം കഴിഞ്ഞുകൂടാനും കഴിയാത്ത ഒരു വലിയ തലമുറയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഒന്ന് നിരോധിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കൂ. വെറുതെ ഇവിടെ നിരോധിക്കുമെന്നല്ല, ഇതൊന്ന് നേപ്പാളിലെ സർക്കാർ ചെയ്ത പോലെ ഒരു ദിവസത്തേക്ക് നമ്മുടെ സർക്കാർ ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതിനേക്കാൾ വലിയ കലാപമായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം ഇതിൽ നിന്നൊന്നും പുറത്തു വരാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയില്ല. കാരണം നമ്മളിലെ പല ആളുകളും ഇതിനടിമകളായി മാറിക്കഴിഞ്ഞു. ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഇതില്ലാതെ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല. വെള്ളം കുടിച്ചില്ലെങ്കിലും, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ സംസാരിച്ചില്ലെങ്കിലും, വീട്ടിലുള്ള ആളുകളുമായിട്ടൊന്നും മിണ്ടിയില്ലെങ്കിലും, ഈ മൊബൈലിൽ ഈ സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെ ഒന്ന് പ്രയാണം ചെയ്തില്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും പലർക്കും ഉണ്ടാവുക. നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഇതില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. നേപ്പാളിൽ സംഭവിച്ചതാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനൊരവസ്ഥ വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കുമെന്ന് നമുക്ക് മുന്നിലൊരു പാഠമാണ് നേപ്പാൾ.